മഹാകരുണയാലും ജീവനുള്ളവരുടെ ദേശത്ത് ശേഷിച്ചിരുന്ന് വീണ്ടും തിരുവഴുത്തുകളുടെ മുമ്പാകിരിപ്പാൻ കർത്താവ് നമ്മെ അനുവദിക്കുന്ന കൃപയോ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില സാങ്കേതിക പ്രശ്നം കാരണം പ്രൊജക്ടറിലൂടെ നോട്ട്സ് പ്രസന്റ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് സാധാരണ എടുക്കാറുള്ളത് പോലെ ഇന്ന് ദൈവവചനം എടുക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ യൂതയുടെ ലേഖനമാണ് പഠിക്കുന്നത്. അതൊരു ധ്യാനാത്മക പഠനമാണ്. അതിലെ വിഷയം നമ്മൾ നേരത്തെ അനൗൺസ്മെന്റിൽ കേട്ടതുപോലെ സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരാകുക, അവരുടെ ചില പ്രത്യേകതകൾ ആ ഭാഗത്ത് നിരീക്ഷിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർത്ത് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുകയാണ്. തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്ക് കുടുംബമായിട്ട് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. യൂതയുടെ ലേഖനം ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് കർത്തൃദാസന്മാർ ഇതിനെക്കുറിച്ച് പഠിച്ച് അതിന്റെ കമന്റ്സ് ഒക്കെ എഴുതിയതായിട്ട് വായിക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിച്ചു. നമ്മളും വായിക്കുമ്പോൾ ശംഭു സാറിന്റെ പാട്ടിൽ പാടാറുള്ളത് പോലെ ആഴമായ നിനപ്പവർക്ക് ഇത് അത്യഘാതമാണ്, എന്നാൽ ഏഴകൾക്കും ഏകിടുന്നു ദിവ്യബോധമേ എന്ന് നമ്മൾ പാടാറുണ്ട്. അപ്പോൾ അനേക പണ്ഡിതന്മാരായ ആളുകൾ തിരുവഴുത്തുകളിൽ നിന്ന് ഒരുപാട് സത്യങ്ങൾ അവർക്ക് പ്രകാശിപ്പിച്ച് ലഭിച്ചത് അവർ കുറിച്ച് വെച്ച് നമുക്ക് വായിക്കാൻ സാധിക്കും. എന്നാൽ ഏഴകളാകുന്ന നമുക്കും ഈ തിരുവഴുത്തുകളുടെ മുമ്പാകെ ഇരിക്കുമ്പോൾ സത്യങ്ങൾ പ്രകാശിപ്പിച്ച് ലഭിക്കുന്നു. അങ്ങനെ നല്ലൊരു ഗുരുനാഥൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ നൽകുവാൻ ദൈവത്തിന് പ്രസാദമായി അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ച് ഓരോ ദിവസവും ലഭിക്കുന്ന പ്രകാശനം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ആത്മീയമായി വളരാനും ശക്തിപ്പെടാനും സാധിക്കും. 4 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ഇന്ന് 5, 6, 7 വാക്യങ്ങൾ ചിന്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ 5, 6, 7 വാക്യങ്ങൾ വളരെ സുപരിചിതമായ പല കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന വിഷയമാണ്. എന്നാൽ അതിൽ നിന്ന് ഒരു പ്രധാന പ്രത്യേകത സത്യവിശ്വാസം മുറുകെ പിടിക്കുന്നവരുടെ കണ്ടെത്താനായിട്ട് സാധിക്കും. അത് ലളിതമായ തർജ്ജമയുള്ള ലിവിങ് ബൈബിളിൽ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഞാനത് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും അത് ഞാൻ കാണിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ഞാൻ വായിക്കുമ്പോൾ അതിലാശയം കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിളിലെ യൂതയുടെ ലേഖനം അതിൻ്റെ 5, 6, 7 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 5, 6, 7 വാക്യങ്ങൾ. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്തെന്നാൽ കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. തങ്ങളുടെ വീഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൻ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ചു അന്യജഡം മോഹിച്ചു നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. നമ്മുടെ തർജ്ജമയിൽ ഒരു പ്രാവശ്യമാണ് ഇന്ന് പറയുന്ന ആ സത്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിക്കുവാൻ എന്നുള്ളത്. എന്നാൽ ലളിതമായ തർജ്ജമയിൽ അത് ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഞാനതൊന്ന് വായിക്കാം. ഈജിപ്തിൽ നിന്ന് ദൈവം ഒരു ജനതയെ മുഴുവൻ രക്ഷപ്പെടുത്തിയെങ്കിലും പിന്നീട് അവരെ വിശ്വസിക്കാതെയും അനുസരിക്കാതെയും ഇരുന്നവരെ ഒന്നടങ്കം നശിപ്പിച്ചു. ഈ വസ്തുത ഓർത്തുകൊള്ളുവിൻ. 6-ാം വാക്യം. ഒരിക്കൽ നിർമ്മലരും വിശുദ്ധരുമായിരുന്നെങ്കിലും പിന്നീട് ദുഷ്ടതയിലേക്ക് തിരിഞ്ഞ ദൂതന്മാരുടെ കഥയും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. 7-ാം വാക്യം. സോദോമിനും ഗോമോറയ്ക്കും സംഭവിച്ചത് മറക്കരുത്. അപ്പോൾ നമുക്കറിയാം ബൈബിളിലെ പല വേർഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. തിരുവഴുത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ചില ആശയങ്ങൾ നമ്മുടെ തർജ്ജമയിൽ മനസ്സിലാക്കാൻ സാധിക്കാത്തത് നമ്മൾ ചിലപ്പോൾ ഇംഗ്ലീഷും
അതുപോലെയുള്ള വിവിധ തർജ്ജമകളൊക്കെ ഇപ്പോൾ ലഭ്യമായതുകൊണ്ട് ഒത്തുനോക്കാനായിട്ട് ഇടയായിട്ട് തീരും. ഇപ്പോൾ നമുക്ക് മൂലഭാഷയുമായിട്ട് ഇത് യോജിക്കുന്നതാണോ എന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ ഈ 3 വാക്യങ്ങളിൽ മുളച്ചു നിൽക്കുന്ന ആശയം ഓർത്തുകൊള്ളുവിൻ, ഓർമ്മിപ്പിക്കുന്നു, മറക്കരുത്. അപ്പൊ അതിൽ നിന്ന് ഈ 3 ക്രിയാപദങ്ങൾ ഈ 3 വാക്യങ്ങളിൽ കാണുന്നത് അതേ ആശയം തന്നെ വേറൊരു ശൈലിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് അടുത്ത പാഠം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായവർ ഓർക്കുന്നവരാണ്. ആദ്യത്തെ 2 വാക്യങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ചത് അവർ സുരക്ഷിതരാണ്. കാരണം യൂദയുടെ ലേഖനം ഒരു പോർക്കളത്തിന്റെ ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഈ പോർക്കളത്തിൽ മുന്നണി പോരാളികളായ പടയാളികൾ അവർ സുരക്ഷിതരാണ് എന്ന് അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ലേഖനം ആരംഭിച്ചത്. തുടർന്ന് 3-4 വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അവിടെ ദൈവാത്മാവിന് കീഴ്പ്പെടുന്ന യൂദയും എന്നാൽ ദൈവാത്മാവിനോട് എതിർത്ത് നിൽക്കുന്ന ദുരുപദേഷ്ടാക്കന്മാരുടെ സവിശേഷതകളിൽ നിന്ന് സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായവർ അവർ അനുസരണമുള്ളവരാണ് എന്നുള്ള പാഠം പഠിച്ചു. 5, 6, 7 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന പാഠം ഇതാണ്: അവർ ഓർക്കുന്നവരായിരിക്കും എന്നുള്ളതാണ്. നാം കഴിഞ്ഞ ആഴ്ച അവസാനിപ്പിച്ചത് ഈ 5 പാഠങ്ങളായിരുന്നു. അനുസരണമുള്ളവരാണ്, എന്തുകൊണ്ട് അനുസരണമുള്ളവരാകണം എന്നുള്ളതിനെ കുറിച്ച്. അതിലേറ്റവും അവസാനം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എതിരാളിയുള്ളതിനാൽ. എന്തുകൊണ്ട് അനുസരണമുള്ളവരാകണം? എതിരാളിയുള്ളതിനാൽ. അപ്പൊ ആ എതിരാളി ഊടാടി സഞ്ചരിക്കുന്നവനാണ്. എന്തിനാണ് അവൻ ഊടാടി സഞ്ചരിക്കുന്നത്? നമ്മിൽ ഇടം എടുക്കുവാൻ അവൻ ഈ ഭൂമിയിൽ ഊടാടി നടക്കുന്നു. അപ്പോ ഞാനും നിങ്ങളും നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സഭാ ജീവിതത്തിലും വാതിൽ തുറന്നു കൊടുത്താൽ അവൻ ഇടം എടുക്കും, നമ്മെ നശിപ്പിക്കും. കഴിഞ്ഞ ആഴ്ച ഞാൻ അതിൻ്റെതായ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കാനിടയായിട്ട് തീരും. ഇവിടെ ഈ 5, 6, 7 വാക്യങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഈ എതിരാളി ഇടമെടുക്കുന്ന ശീലം അത് ഈ കാലഘട്ടത്തിൽ മാത്രം ആരംഭിച്ചതല്ല, നമ്മുടെ ജീവിതത്തിൽ മാത്രം സംഭവിക്കുന്നതല്ല, മറിച്ച് ഇത് പണ്ടേ അങ്ങനെ തന്നെയാണ്. അങ്ങനെ ചരിത്രത്തിൽ നിന്ന് 3 ദൃഷ്ടാന്തങ്ങളാണ് നല്ല ഒരു ലേഖകന്റെ ഒരു തെളിവെന്ന പോലെ, ഒരു നല്ല ലേഖകൻ എന്ന പോലെ ഈ എഴുത്തുകാരൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തന്റെ വിഷയം സമർത്ഥിക്കാനായിട്ട്. ആ എതിരാളിക്ക് ഇടം കൊടുത്ത ചരിത്രത്തിലെ 3 ദൃഷ്ടാന്തങ്ങളാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഓർക്കുക എന്നുള്ളത്. ഈ 5-ാമത്തെ വാക്യം പറയുന്ന കാര്യം നമുക്കറിയാം. ഇസ്രയേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ച ചരിത്രമാണ് 5-ാം വാക്യത്തിൽ. നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞെങ്കിലും നിങ്ങൾ ഓർമ്മിക്കുവാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ കർത്താവ് ജനത്തെ ഇസ്രയേലിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. അപ്പോ ഈ 3 വാക്യങ്ങളിൽ നിന്ന് 3 പാഠങ്ങളാണ് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താണ് ഓർക്കേണ്ടത്? അതാണ് ഇവിടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. ഓർക്കുന്നവരാണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം 3 വാക്യത്തിലും 2 പ്രാവശ്യം ഓർമ്മിപ്പിക്കുന്നു എന്നുള്ള ക്രിയാപദവും 1 പ്രാവശ്യം മറക്കരുത് എന്നുള്ള പ്രയോഗവും കണ്ടതിൽ നിന്നാണ് ആ സത്യം മനസ്സിലായത്. അപ്പൊ ഓർക്കുന്നവരാണ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഓർക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ന്യായമായും പഠിതാക്കളുടെ മനസ്സിൽ വരും. എന്താണ് ഓർക്കേണ്ടത്? 5-ാമത്തെ വാക്യം ഒരു പാഠം നമ്മെ പഠിപ്പിക്കുന്നു. 6-ാമത്തെ വാക്യം മറ്റൊരു പാഠം. 7-ാമത്തെ വാക്യവും ഒരു പാഠം പഠിപ്പിക്കുന്നു. അപ്പോൾ ആ 3 പാഠങ്ങൾ ലഭ്യമായ സമയത്തിനുള്ളിൽ പറഞ്ഞ് ഇരിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഈ മിസ്രൈമിന്റെ കാര്യം, ഇസ്രായേൽ മക്കളുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം വചന പഠനത്തിന്റെ ഒരു രീതി ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകും. ഇതിന് സമാനമായ ഭാഗങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ദൈവവചനം പഠിക്കുമ്പോൾ നമുക്കറിയാം ഈ ഭാഗം ചിന്തിക്കുമ്പോൾ ഇതിന് സമാനമായ കാര്യങ്ങൾ ഉള്ള വേദഭാഗങ്ങൾ തിരുവെഴുത്ത് വായിക്കുന്ന പ്രവണതയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്.
അപ്പൊ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ ഈ 5-ാമത്തെ വാക്യത്തില് മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ 1 കൊരിന്ത്യർ 10 ആദ്യത്തെ 10-11 വാക്യങ്ങളിലേക്കാണ് എൻ്റെ ശ്രദ്ധ പോയത്. എന്താണ് വാസ്തവത്തിൽ അവർക്ക് അവിടെ സംഭവിച്ചത്? ഒരു 5 കൂട്ടം കാര്യങ്ങൾ നമുക്ക് അവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. 5 കൂട്ടം കാര്യങ്ങൾ. ഒന്ന്, 10-ാം അധ്യായത്തിന്റെ 1 കൊരിന്ത്യർ 10:6 നാം വായിക്കുന്നത്, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു, അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. മോഹിക്കുക. അപ്പൊ അതിൽ നിന്ന് അന്നത്തെ ഇസ്രായേൽ ജനത്തിന് സംഭവിച്ചത് അവരുടെ ഉള്ളിൽ സംതൃപ്തി ഉണ്ടായില്ല എന്നുള്ളതാണ്. മോഹിച്ചു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ തൃപ്തരല്ലായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് പലതരത്തിലുള്ള മോഹങ്ങളും തിരിച്ച് ഇസ്രായേലിലേക്ക് പോകണം എന്നുള്ള ചിന്തയൊക്കെ വരാനിടയായിട്ട് തീർന്നത്. 10:7 1 കൊരിന്ത്യർ 10:7 വായിക്കുമ്പോൾ സംതൃപ്തരായിരുന്നില്ല എന്ന് മാത്രമല്ല നമ്മവിടെ വായിക്കുന്നത്, ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, കളിക്കുവാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അപ്പോ വിഗ്രഹാരാധകരായി ശരിയായ രീതിയിൽ ആരാധിക്കുവാൻ കഴിവില്ലാത്തവരായി അവർ തീർന്നു. അവർക്ക് സംഭവിച്ച കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അടുത്തത് ആ വാക്യത്തിൽ തന്നെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, 8-ാം വാക്യത്തിൽ അവരിൽ ചിലർ പരസംഗം ചെയ്ത്, അതുപോലെ 7-ാം വാക്യത്തിൽ തന്നെ കാണുന്നുണ്ട്, തിന്നുവാനും കുടിക്കുവാനും കളിക്കുവാൻ എഴുന്നേറ്റു. ലൈംഗിക പാപത്തെയാണ് അത് ചിത്രീകരിക്കുന്നത്. അപ്പോ പരസംഗം ചെയ്തു, കളിക്കുവാൻ എഴുന്നേറ്റു. അപ്പൊ വിശുദ്ധിയില്ല, തൃപ്തിയില്ല, മോഹിച്ചു. വിഗ്രഹാരാധനയായി ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 7-ലും 8-ലും പ്രകാരം അശുദ്ധിയുടെ ചിത്രം നാം അവിടെ കാണുന്നു. വിശുദ്ധിയില്ല. 10:9 നാം വായിക്കുമ്പോൾ അവരിൽ ചിലർ പരീക്ഷിച്ചു. അപ്പോൾ പരീക്ഷിച്ചു എന്ന് പറയുമ്പോൾ ആശ്രയമില്ല. ദൈവത്തെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. 10:10 നാം വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ 10:10 നാം വായിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ കാണാം, അവരിൽ ചിലർ പിറുപിറുത്തു. അപ്പോൾ നന്ദിയില്ല. പിറുപിറുപ്പ് വരുന്നത് നന്ദിയില്ലാത്ത അവസ്ഥയിൽ നിന്നാണ്. അപ്പോൾ ഞാനിവിടെ പറയാനായിട്ട് ശ്രമിച്ചത്, ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ഓർക്കുവാനായിട്ട് പറഞ്ഞ ആദ്യത്തെ ചരിത്ര സംഭവം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ സംഭവിച്ച വീഴ്ചയെ കുറിച്ചാണ്. അവരുടെ പരാജയം എന്ന് പറയുന്നത് ആ ഭാഗത്ത് പൗലോസ് വളരെ അക്കമിട്ട് നിരത്തി കൊരിന്ത്യരോട് പ്രബോധിപ്പിക്കുകയാണ്. ഈ ഇസ്രായേൽ ജനം തൃപ്തരായിരുന്നില്ല, അവർ മോഹിച്ചു. ഇസ്രായേൽ ജനം ദൈവത്തെ ശരിയായ രീതിയിൽ ആരാധിക്കുവാൻ കഴിവില്ലാത്തവരായി മാറി. ഇസ്രായേൽ ജനം പരസംഗം അശുദ്ധിയിൽ രസിക്കുന്നവരായി മാറി. മാത്രമല്ല ദൈവത്തെ പരീക്ഷിച്ചു, ദൈവത്തിൽ ആശ്രയിക്കാത്തവരായി തീർന്നു. മാത്രമല്ല അവർ പിറുപിറുത്തു, നന്ദിയില്ലാത്തവരായി തീർന്നു. അപ്പോ ഈ ഇസ്രായേൽ ജനത്തിന്റെ അനുഭവം അല്ലെങ്കിൽ ആ ചരിത്രം ഇവിടെ എന്തുകൊണ്ടാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? നമുക്കറിയാം, ഈ ദുരുപദേഷ്ടാക്കന്മാർ അവർ നമ്മുടെ എതിരാളിയായ പിശാചിനാൽ സ്വാധീനിക്കപ്പെട്ട് സഭയിൽ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മെ നയിക്കാൻ സാധ്യതയുണ്ട്. തൃപ്തിയില്ലാതെ, വിഗ്രഹാരാധകരായി, വിശുദ്ധിയില്ലാതെ, ആശ്രയിക്കുവാൻ കഴിവില്ലാതെ പിറുപിറുക്കുന്നവരാക്കി തീർക്കാനായിട്ട് അവരുടെ ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെടുമ്പോൾ സാധ്യതയുണ്ട്. അതിന് ചരിത്രത്തിൽ നിന്ന് നല്ലൊരു ഉദാഹരണം യൂദ ഇവിടെ പ്രതിപാദിച്ചിരിക്കുകയാണ്. ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിച്ച 1-ാമത്തെ പാഠം, ഈ എല്ലാ പാപങ്ങളെയും, ഈ 5 കൂട്ടം പാപങ്ങളെയും ഒക്കെ അതിനടിസ്ഥാനമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ അതാണ് 1-ാമത്തെ പാഠമായിട്ട് ഈ 5-ാമത്തെ വാക്യത്തിൽ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്താണ് ഓർക്കേണ്ടത്? ഈ 5 പാപങ്ങളെയും നമുക്കിങ്ങനെ സംഗ്രഹിച്ച് ഇങ്ങനെ പറയാം. അവിശ്വാസത്തിന്റെ അപകടത്തെ കുറിച്ച് ഓർക്കണം.
ഇസ്രായേൽ മക്കളുടെ ചരിത്രം ഓർമ്മിപ്പിക്കുന്നതിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവിശ്വാസമായിരുന്നു. അതെങ്ങനെ മനസ്സിലാക്കാം? എബ്രായ ലേഖനം 3-ാം അധ്യായവും 4-ാം അധ്യായവും ഒന്ന് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ സംഖ്യാപുസ്തകത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോഴും 14-ാം അധ്യായത്തിലേക്ക് പോകുമ്പോഴൊക്കെ ഈ ആശയം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് എന്താണ് ഓർക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഈ 5-ാമത്തെ വാക്യത്തിലെ ചരിത്ര സംഭവം, ഇസ്രായേൽ മക്കളുടെ മരുയാത്രയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ചരിത്ര സംഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത് അവിശ്വാസത്തിന്റെ അപകടം നാം ഓർക്കണം. നമുക്കറിയാം, അതൊന്ന് ഭാവനയിൽ കണ്ടു നോക്കുക. പ്രത്യേകിച്ച് സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ ഏകദേശം അവർ 1 വർഷം പിന്നിട്ടു ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് വന്നിട്ട്. അവർ വന്നു സീനായി മലയിലെ അവിടെ ന്യായപ്രമാണം ലഭിച്ച ഏകദേശം 1 വർഷം കഴിഞ്ഞ് പിന്നീടാണ് കാദേശ് ബർണയിലേക്ക് വരുമ്പോൾ. ആ ചരിത്രമാണ് സംഖ്യ 14 വായിക്കുന്നത്. അപ്പൊ അതുവരെ അവരെന്താ അനുഭവിച്ചത്? ശരിക്കും നമുക്കറിയാം, മോശ ആ ചെങ്കടലിന്റെ മുമ്പാകെ നിന്ന് ആ വടി ഉയർത്തിങ്ങനെ കാണിക്കുമ്പോൾ ശരിക്കും അവർ ലൈവായിട്ട് ആ ചെങ്കടൽ 2ആയി പിളരുന്നത് കാണുകയാണ്. എന്നിട്ട് അതിന്റെ ഉള്ളിലൂടെ നടക്കുകയാണ്. മാത്രമല്ല, സ്വർഗീയമായ ഭക്ഷണം അവർക്ക് ഡെയിലി മരുഭൂമിയിൽ ലഭിക്കുകയാണ്. അതുമാത്രമല്ല, ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്നതായിട്ട് അവർ കാണുകയാണ്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ന്യായപ്രമാണം അവർക്ക് ലഭിക്കുകയാണ്. അതുപോലെ തന്നെ ആ മാറായിലെ ആ വെള്ളം മധുരമാണ്, നല്ലൊരു ജ്യൂസായി, കയ്പുള്ള വെള്ളം നല്ല മധുരം. ഇങ്ങനെയുള്ള അനേക അനുഭവങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കണ്ട ജനം, പക്ഷേ ഈ കണ്ട കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടും അവർക്ക് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ സാധിച്ചില്ല എന്നുള്ളത്. നമ്മെ സംബന്ധിച്ച് ഇതെല്ലാം വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ല. നാം കാണാതെ വിശ്വസിക്കുന്നവരാണ്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യകരമാണ്, തിരുവഴുത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നേരിട്ട് കണ്ട് ദൈവത്തിന്റെ ആ ബലമുള്ള ഭുജത്തിന്റെ വീര്യപ്രവൃത്തി ശരിക്കും എക്സ്പീരിയൻസ് ചെയ്ത ആ ജനത്തിന്റെ ഇടയിൽ, അല്ലെങ്കിൽ ആ ജനത്തിന്റെ ഉള്ളിൽ ഇടം എടുക്കുവാൻ എതിരാളിക്ക് എളുപ്പത്തിൽ സാധിച്ചുവെങ്കിൽ നമ്മുടെ ഉള്ളിൽ കാണാതെ വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ച് അതെത്രമാത്രം ഭീകരമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അവിശ്വാസത്തിന്റെ അപകടം. നമുക്കറിയാം, എല്ലാ പ്രശ്നത്തിന്റെയും ആരംഭം, എഴുതുകാരന്റെ കോട്ടാണ്, നാം പലപ്പോഴും കേട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രശ്നത്തിന്റെയും ആരംഭം ഏദൻ തോട്ടത്തിൽ കാണാൻ സാധിക്കും. എല്ലാ പ്രശ്നത്തിന്റെയും സൊല്യൂഷൻ കാൽവരി മലയിൽ അല്ലെങ്കിൽ കാൽവരി ക്രൂശിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ ഈ അവിശ്വാസത്തിന്റെ അപകടം ആദ്യമായി നമുക്ക് കാണാനായിട്ട് നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്ന ആ തിരുവഴുത്തിലെ ക്രമപ്രകാരം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഈ അവിശ്വാസം എന്ന അപകടം, അതിൽ സാത്താൻ ഉപയോഗിച്ച അല്ലെങ്കിൽ എതിരാളി ഉപയോഗിച്ച തന്ത്രങ്ങൾ കാണാൻ സാധിക്കും. അത് 3 നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഹവ്വ, ആദം, ആദിമ മനുഷ്യർ, അവർ ഈ എതിരാളിക്ക് ഇടം കൊടുത്ത് പരാജിതരായി തീർന്ന ചരിത്രം പ്രതിപാദിച്ചിരിക്കുന്നതായി അവിടെ നമ്മൾ വായിക്കുന്നു. അവിടെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ അവിശ്വാസം എന്ന അപകടം, അതിന്റെ ആരംഭമാണ് നമ്മളിവിടെ കാണുന്നത്. അതെങ്ങനെയാണ് ഈ എതിരാളിയായ പിശാച് അവിടെ പ്രവർത്തിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കുന്നു: ആ വൃക്ഷഫലം തിന്നുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യവും എന്ന സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഇവിടെ ഒരു പ്രയോഗം ആദ്യമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യവും എന്ന സ്ത്രീ കണ്ടു. ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യം. അപ്പോ
ഒരു ഒരു കാര്യം, ഈ അവിശ്വാസം എന്ന അപകടത്തിലേക്ക് ഹവ്വയെ നയിച്ചത് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ദൈവജ്ഞാനത്തിലുള്ള വിശ്വാസമില്ലായ്മ, അവിശ്വാസമാണ്. ദൈവജ്ഞാനത്തിലുള്ള അതാണ് നമ്മളവിടെ വായിക്കുന്നത്. ജ്ഞാനം പ്രാപിക്കാൻ കാമ്യമാണ് ദൈവം തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷഫലമെന്ന് സ്ത്രീ കണ്ടു. അപ്പോ ദൈവജ്ഞാനത്തിലുള്ള അവിശ്വാസം പിശാച് നമ്മിൽ ഇടമെടുക്കുന്ന മറ്റൊരു മേഖലയാണ്. അതായത് അവിശ്വാസം എന്ന അപകടം നമ്മിൽ രൂപപ്പെടുത്തുവാനായിട്ട് പിശാച് എക്കാലത്തും ഈ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നുണ്ട്. എന്താ ഈ സ്ട്രാറ്റജി? ആദ്യമായിട്ട് നാം കാണുന്നത് ദൈവത്തിന്റെ ജ്ഞാനത്തെ അവിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. അതായത് ഇത്ര നാളും ഹവ്വയോട് പറഞ്ഞ ദൈവത്തിന്റെ ആ ജ്ഞാനത്തേക്കാൾ, അറിവിനേക്കാൾ ഉത്തമമായി പിശാച് ഈ വൃക്ഷഫലം തിന്നുന്നതിനെ ചിത്രീകരിക്കുകയാണ്. അവൾ പിശാചിന് ഹൃദയത്തിൽ ഇടം കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ ആ പിശാചിനായി വാതിൽ അവൾ തുറന്നു കൊടുത്തപ്പോൾ അവൾക്ക് മനസ്സിലായി ഇത് ദൈവത്തിന്റെ ജ്ഞാനത്തെക്കാൾ അഭികാമ്യമാണ്. പലപ്പോഴും ദൈവത്തിന്റെ ആ സർവജ്ഞാനം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ സ്വഭാവ ഗുണങ്ങളെ സംശയിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നാൽ നമ്മൾ വിശ്വാസം വിട്ട് ഉഴലുവാനായിട്ട് ഇടയായിട്ട് അവൾ സ്വന്തം വിവേകത്തിൽ ഊന്നാനായിട്ട് തൽഫലമായിട്ട് ഇടയായിട്ട് തീർന്നു. അപ്പൊ ഞാനിവിടെ പറയാനായിട്ട് ശ്രമിച്ചത് ദൈവജ്ഞാനത്തിലുള്ള അവിശ്വാസം പിശാചെ അവളിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള അവസരം കൊടുക്കാനിടയായിട്ട് അതിൽ അവൾ വീണു. രണ്ടാമതായിട്ട് 3:6 നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ആ വൃക്ഷഫലം തിന്നുവാൻ നല്ലത്, കാണുവാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യം. അപ്പോ നല്ലതും ഭംഗിയുള്ളതും കാമ്യവുമായ കാര്യം ദൈവം എന്നിൽ നിന്ന് മറച്ചു വെച്ചുവോ? അപ്പൊ അതിൽ നിന്ന് അടുത്ത ഒരു സാത്താന്റെ സ്ട്രാറ്റജി നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ദൈവ സ്നേഹത്തിലുള്ള അവിശ്വാസം. ദൈവം സ്നേഹമായതുകൊണ്ട് എനിക്ക് അവൻ ഏറ്റവും ബെസ്റ്റാണ് തരിക. പക്ഷെ സാത്താൻ പറയാണ്, ദൈവം തിന്നരുതെന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ള ഈ വൃക്ഷഫലം ഉണ്ടല്ലോ, അത് നല്ലതാ, ഭംഗിയുള്ളതാ, കാമ്യമാണ്. അപ്പൊ ദൈവം അത് തരാതിരിക്കുന്നത് നിന്നോടുള്ള സ്നേഹക്കുറവ് കൊണ്ടാണ്. ഈ ഒരു സംശയം അവിടെ ഉള്ളിൽ കടത്തുവാൻ പിശാചിന് വാതിൽ തുറന്നു കൊടുത്തപ്പോൾ ദൈവജ്ഞാനത്തെയും ദൈവസ്നേഹത്തെയും സംശയിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്നുള്ളതാണ്. മാത്രമല്ല, നാം ഇവിടെ മറ്റൊരു കാര്യം കാണുന്നത് 3:6 തന്നെ വീണ്ടും നാം നിരീക്ഷിക്കുമ്പോൾ, ആ വൃക്ഷഫലം തിന്നുവാൻ നല്ലത്, കാണുവാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യവും എന്ന സ്ത്രീ കണ്ട് ഫലം പറിച്ച് തിന്നു, ഭർത്താവിന് കൊടുത്തു, അവന്. ദൈവശക്തിയിലുള്ള അവിശ്വാസം. അതെങ്ങനെ മനസ്സിലാക്കാം? നമുക്കറിയാം, ദൈവം നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ തരുന്നത് നമ്മുടെ ആത്മീക മസിലുകളെ ശക്തിയുള്ളതാക്കി തീർക്കാൻ, കരുത്തുള്ളതാക്കി തീർക്കാനായിട്ടാണ്. അങ്ങനെ നമുക്കിന്ന് സങ്കല്പിച്ച് നോക്കുക, ഈ നല്ല ഒരു ടെസ്റ്റ് ദൈവത്തിന്റെ ശക്തിയിലും ദൈവത്തിന്റെ സ്നേഹത്തിലും ദൈവത്തിന്റെ ജ്ഞാനത്തിലുമുള്ള ഹവ്വയുടെ ആ വിശ്വാസം ഊട്ടി ഉറപ്പിച്ച് അവൾക്ക് അടുത്തൊരു ഗ്രേഡ് കൊടുക്കാനായിട്ട് ദൈവം വെയിറ്റ് ചെയ്യാൻ. അങ്ങനെ ഒരു സിറ്റുവേഷൻ അവളുടെ ഉയർച്ചയ്ക്കായിട്ട് ദൈവം വെക്കുമ്പോൾ പിശാച് നേരെ തിരിച്ച് അവളുടെ അടുത്തേക്ക് വരികയാണ്. ആ പിശാചിന് വാതിൽ തുറന്നു കൊടുത്തപ്പോൾ ദൈവം തന്റെ ശക്തി, തന്റെ സ്നേഹം, തന്റെ ജ്ഞാനം ഒക്കെ വെളിപ്പെടുത്തി അവളെ ഉയർത്താനായിട്ട് വെച്ച അതേ സിറ്റുവേഷൻ അവൾക്ക് അത് പരാജയമായിട്ട്, നാശമായിട്ട് തീരുവാൻ, തൽഫലമായി നമ്മളൊക്കെ അതിന്റെ ഭാഗവാക്കുകളാകാനായിട്ട് ഇടയായിട്ട് തീർന്നു എന്നുള്ളതാണ്. ഇന്ന് രാത്രിയിൽ ഈ കാര്യമാണ് ആദ്യമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ഈ എതിരാളിക്ക് ഹവ്വയെ പോലെ നാം ഇടം കൊടുത്താൽ
നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമായി സംഭവിക്കുന്ന പല കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ ജ്ഞാനത്തെയും സ്നേഹത്തെയും ശക്തിയെയും ഒക്കെ അവിശ്വസിക്കുവാനായിട്ട് ഇടയായിരിക്കും. ഇസ്രായേൽ ജനത്തിനും അത് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവിശ്വാസം എന്ന അപകടം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവജനത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മളെക്കാൾ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ വ്യക്തമായി കണ്ട ജനത്തിന് ഇത് സംഭവിച്ചെങ്കിൽ നമുക്ക് എത്രയധികം ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഒന്നാമതായിട്ട് എന്താ ഓർക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, അവിശ്വാസം എന്ന അപകടത്തെ കുറിച്ച് നാം ഓർക്കണം, അല്ലെങ്കിൽ ബോധവാന്മാരാകണം എന്നുള്ളത് നമുക്ക് അവിടെ പഠിക്കാനായിട്ട് സാധിക്കും. ഒരു എഴുത്തുകാരന്റെ ഒരു കോട്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് അടുത്ത പാഠത്തിലേക്ക് പോകണം. അപ്പൊ നമുക്ക് തന്നെ പരിശോധിക്കാനായിട്ട് സാധിക്കും. അവിശ്വാസം എന്ന അപകടത്തെ കുറിച്ച് ഓർക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നാം അതിന്റെ ഓപ്പോസിറ്റ് എതിർ ആശയം ഒന്ന് ചിന്തിച്ചു നോക്കൂ. വിശ്വാസം എന്ന ആശയം. നമ്മിൽ യഥാർത്ഥമായ വിശ്വാസമാണോ ഓരോ ദിവസവും ഉള്ളത്? രക്ഷിക്കപ്പെടാനായിട്ടൊരു വ്യക്തി കർത്താവിൽ 100% ആശ്രയിക്കണം. 100% നമുക്കറിയാം, 100% ട്രസ്റ്റ് ചെയ്യാണ് നമ്മൾ കർത്താവിനെ. നീയാണ് രക്ഷകൻ, അങ്ങയിൽ ഞാൻ ശരണപ്പെടുത്തുമെന്നു. എന്നാൽ അനുദിന ക്രിസ്തീയ ജീവിതത്തിൽ എത്ര ശതമാനം നാം കർത്താവിൽ ട്രസ്റ്റ് ചെയ്യണം? 1% മതിയോ? 99% മതിയോ? നമുക്കറിയാം, രക്ഷയ്ക്കായി നാം എപ്രകാരം 100% കർത്താവിൽ ട്രസ്റ്റ് ചെയ്തു, ആശ്രയിച്ചു, അതുപോലെ തന്നെ ദിനംതോറും 100% അവരിൽ വിശ്വസിക്കേണ്ടതാണ്, അവരിൽ ആശ്രയം വെക്കേണ്ടതാണ്. പലപ്പോഴും നമുക്ക് അതിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പിശാചിന് വാതിൽ തുറന്നുകൊടുത്ത് നമ്മുടെ ജീവിതം ഹൊറിബിൾ ആയിത്തീരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത്. ആ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: യഥാർത്ഥമായ വിശ്വാസം ആണോ, അതായത് 100% വിശ്വാസമാണോ നമ്മിലുള്ളത്? എങ്ങനെ അറിയാം? അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: യഥാർത്ഥ വിശ്വാസം പെട്ടെന്ന് തെറ്റുകൾ ഏറ്റുപറയുവാൻ ഇടയാക്കും. യഥാർത്ഥ വിശ്വാസം പെട്ടെന്ന്, അതായത് നമുക്കറിയാം, നമ്മളൊക്കെ ഈ ഹവ്വ, ആദം, അവരിൽ നിന്ന് ലഭിച്ച ഈ പാപ പ്രകൃതത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, പക്ഷെ നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, ഇനി രക്ഷിക്കപ്പെടും. നമുക്കറിയാം രക്ഷയുടെ ത്രികാല അവസ്ഥയെ കുറിച്ച്. അപ്പോൾ ഇപ്പോൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അപ്പോൾ വീഴ്ചകൾ, താഴ്ചകളൊക്കെ വരും. പക്ഷേ യഥാർത്ഥ വിശ്വാസം എന്ന് വെച്ചാൽ 100% നാം കർത്താവിൽ ട്രസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്ന് തെറ്റുകൾ ഏറ്റു പറയാനായിട്ട്, ഇപ്പൊ നാം കർത്താവിനോട് ചെയ്യുന്നതാണെങ്കിൽ കർത്താവിനോടും, വ്യക്തികളോട് ചെയ്യുന്നതാണെങ്കിൽ വ്യക്തികളോടും, സഭയിലാണെങ്കിൽ സഭയിലും പെട്ടെന്ന് ചെന്ന് ക്ഷമ പറയാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 100% ദൈവത്തിൽ ആശ്രയിക്കും. നമ്മുടെ വിശ്വാസം 100% കർത്താവിൽ തന്നെയാണ്, നമ്മിൽ തന്നെയല്ല എന്നുള്ളത് ഉറപ്പിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് നന്നായിട്ട് തോന്നി, ഞാനപ്പോൾ അത് നോട്ട് ചെയ്യാൻ ഇടയായിട്ട് തീരും. നമ്മുടെ വിശ്വാസം 100% അനുദിന ജീവിതത്തിൽ കർത്താവിൽ വെക്കുന്നുണ്ട് എന്നുള്ളതിന്റെ മകുടോദാഹരണം ജീവിതത്തിൽ പറ്റുന്ന പിഴവുകൾ അത് വേഗത്തിൽ തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കും എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ചില ക്ലാസ്സുകൾ പറഞ്ഞ ഉദാഹരണം ആപ്റ്റ് ആയതുകൊണ്ട് ഞാനത് പറയാം. നമ്മുടെ കാലിൽ ഒരു മുള്ളു തറച്ചാൽ നാം എപ്രകാരം അത് വേഗത്തിൽ എടുത്തു കളയാൻ ശ്രമിക്കുന്നുവോ അപ്രകാരം തന്നെ മിസ്റ്റേക്ക് വന്നു എന്ന് തോന്നുമ്പോൾ വേഗത്തിൽ അത് പരിഹരിക്കാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടാകും. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടായി. അതാണ് നമ്മൾ നേരത്തെ ചിന്തിച്ചത്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള പ്രശ്നമാണ്. ഈ ദൈവവും മനുഷ്യനും തമ്മിലുണ്ടായ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ആരാണ് ആദ്യം മുൻകൈയെടുത്തത്? നമുക്കറിയാം, ദൈവം തന്നെയാണ്. മനുഷ്യൻ ഓടി ഒളിക്കുകയാണ്. ദൈവം ആദാമേ നീ എവിടെ എന്ന് ചോദിച്ച് അവന്റെ അടിയിലേക്ക് വരുന്നതും സൊല്യൂഷൻ നൽകുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ഒരു പാഠം, ദൈവിക സ്വഭാവം ആരിലാണോ കൂടുതലുള്ളത്
അവർക്ക് മാത്രമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വേഗത്തിൽ പരിഹരിക്കാൻ, വേഗത്തിൽ ചെന്ന് സോറി പറയാൻ സാധിക്കുക. അങ്ങനെയെങ്കിൽ നാം പിശാചിന് വാതിൽ തുറന്നു കൊടുക്കുന്നില്ല, അവൻ നമ്മിൽ ഇടപെടുക്കുകയില്ല, അവിശ്വാസം എന്ന അപകടം നമ്മിൽ വളരുകയില്ല. അത് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പൊ 5-ാമത്തെ വാക്യത്തിൽ പിന്നെ കൂടുതലൊന്നും ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യൂദയുടെ ലേഖനം തന്നെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മറ്റൊരു അപകടം എന്താ ഓർക്കേണ്ടത് എന്നുള്ളത്, മറ്റൊരു അപകടത്തിന്റെ ചരിത്ര വസ്തുത നമുക്ക് അവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ തന്നെ വായിക്കാം. യൂദ 6. തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിന്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇവിടുത്തെ വസ്തുത എന്ന് പറയുന്നത് ദൂതന്മാർക്ക് സംഭവിച്ച വീഴ്ച. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ യെശയ്യാവ് 14, യെഹെസ്കേൽ 28 ഈ എതിരാളിയുടെ പിശാചിന്റെ ഉത്ഭവത്തെ കുറിച്ച് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചു. അപ്പോ അവിടെ അവന് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട പ്രശ്നം യെശയ്യാവ് 14 വായിച്ചതാണ്. ഞാൻ ഇംഗ്ലീഷിൽ ഐ എന്ന് പല തവണ യെശയ്യാവ് 14 നമുക്ക് ലൂസിഫർ, അരുണോദയ പുത്രനായ ദൈവത്തിന്റെ ദൂതന്മാരിലെ ഏറ്റവും ശ്രേഷ്ഠനായവൻ പറയുന്നതായി, അങ്ങനെ അവൻ പാപത്തിൽ വീണ് പിശാചായി മാറിയ ചരിത്രം നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർക്കാനിടയായിട്ട് തീർന്നു. പിശാച് എങ്ങനെ പിശാചായി എന്നുള്ള തലക്കെട്ടിൽ. അപ്പോ ആ ഭാഗത്ത് നിന്ന് നമുക്ക് ആ ഭാഗത്തെ വളരെ സംക്ഷിപ്തമായിട്ടാണ് ഇവിടെ യൂദ ഒറ്റ വാക്യത്തിൽ അത് കുറിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് എന്താ ഓർക്കേണ്ടത് എന്നുള്ളതിന്റെ 2-ാമത്തെ പാഠം നമുക്ക് പഠിക്കാൻ സാധിക്കും. അഹങ്കാരത്തിന്റെ അപകടത്തെ കുറിച്ച്. ഒന്നാമത് ഞാൻ പറഞ്ഞത് അവിശ്വാസത്തിന്റെ അപകടമാണെങ്കിൽ, 6-ാമത്തെ വാക്യം നമ്മൾ പഠിപ്പിക്കുന്നത് അഹങ്കാരത്തിന്റെ അപകടമാണ്. എന്താ അഹങ്കാരത്തിന്റെ അപകടം എന്ന് പറയുന്നത്? ദൈവം ദൂതന്മാർക്ക് അവരുടെ സൃഷ്ടിയിൽ തന്നെ ചില ബൗണ്ടറി സെറ്റ് ചെയ്തിരുന്നു, അതിരുകൾ വെച്ചിരുന്നു. എന്നാൽ ആ അതിരുകൾ അവർ ലംഘിച്ചു. ലൂസിഫറിനോട് ചേർന്ന് അവർ അത് ലംഘിക്കാനിടെ, ദൈവം വെച്ച അതിർവരമ്പുകളെ അവർ ലംഘിക്കാനിടയായിട്ട് തീർന്നു. അതിന്റെ പിറകിൽ നയിച്ച പ്രേരക ഘടകം എന്ന് പറയുന്നത് അഹങ്കാരം, നിഗളമായിരുന്നു. യൂദ 1-ാം നൂറ്റാണ്ടിലെ ജനത്തോട് പറയുകയാണ്, എതിരാളിയുടെ മറ്റൊരു സ്ട്രാറ്റജിയാണിത്. അവൻ തന്നെ വീണുപോയത് അഹങ്കാരം കൊണ്ടാണെങ്കിൽ അതേ സ്ട്രാറ്റജി നിങ്ങളിലും അവൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നാം വളരെയധികം സൂക്ഷിക്കണം, ഓർക്കണം എന്നാണ് യൂദ ഇവിടെ പറയുന്നത്. അഹങ്കാരത്തിന്റെ അപകടം. 3 പാഠങ്ങൾ ചില ധ്യാന ചിന്തകളോട് ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മിൽ ഈ അഹങ്കാരം വരുന്നത്, അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെതായ അംശമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, നേരത്തെ പറഞ്ഞ ഉദാഹരണം ഉൽപ്പത്തി 3:6 നമുക്ക് എടുക്കാൻ സാധിക്കും. അവിടെ അവൾ ചെയ്ത കാര്യം സദൃശവാക്യങ്ങളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നുണ്ട്. അവൾക്ക് തന്നെ ജ്ഞാനിയായിട്ട് തോന്നി, അവൾ അവളുടെ സ്വന്തം വിവേകത്തിലൂന്നി. അപ്പോ അഹങ്കാരം എന്ന അപകടത്തെ കുറിച്ച് ഓർക്കണമെന്ന് പറയുമ്പോൾ സ്വയാശ്രയ ജീവിതം, സ്വന്തം ശക്തിയിൽ, സ്വന്തം ഫലത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി, അവനിൽ നിഗളമുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ അഹങ്കാരത്തെ കുറിച്ച് മറ്റൊരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോഹന്നാൻ 15:5 നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകും. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അപ്പോ ഈ അഹങ്കാരം നമ്മിലുണ്ടെങ്കിൽ നാം സ്വന്തം വിവേകത്തിൽ ഊതുന്നവരും സ്വന്തം ബലത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരായിരിക്കും. സ്വയാശ്രയ ജീവിതം എന്ന തലക്കെട്ടാണ് ഞാൻ കൊടുത്തത്. 2-ാമത്, നാം അഹങ്കാരികളാണെങ്കിൽ ഈ 15:5 വായിച്ചതുപോലെ ഫലരഹിത ജീവിതമായിരിക്കും.
സ്വയാശ്രയ ജീവിതം, അതേപോലെ ഫലരഹിത ജീവിതം. അതെങ്ങനെ മനസ്സിലാക്കാം? ഈ 5-ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? കർത്താവ് പറയാണ്, ഞാൻ മുന്തിരിവള്ളിയാണ് കേട്ടോ, നിങ്ങൾ കൊമ്പുകളാണ്. നിങ്ങൾ ഫലം കായ്ക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി, എന്നിൽ നിങ്ങൾ വസിച്ചാൽ മതി. എന്നിൽ നിങ്ങൾ വസിച്ചാൽ എന്നിലുള്ള ജീവരസം നിങ്ങളിൽ, കൊമ്പുകളാകുന്ന നിങ്ങളിലേക്ക് വരികയും നിങ്ങൾ ആ കൊമ്പുകൾ, നിങ്ങളാകുന്ന കൊമ്പുകൾ ഫലം കായ്ക്കുകയും ചെയ്യും. അപ്പൊ കർത്താവിനോട് ചേർന്ന് ഇരിക്കുക, ആ ജീവരസം ലഭിക്കാനായിട്ട് നാം ഒട്ടിയിരിക്കുക. അങ്ങനെ അവന് വസിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ നിഗളം മാറ്റണം, അല്ലെങ്കിൽ ഒരിക്കലും അവനോട് ചേർന്നിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നമുക്കറിയാം, എപ്പോഴും താഴ്ചയുള്ളിടത്തേക്കാണ് വെള്ളം ഒഴുകുക, ഉയർന്ന ഭാഗത്തേക്കല്ല. അത് നമുക്കറിയാവുന്നതാണ്. അപ്പൊ താഴ്മയുള്ള സ്ഥലത്തേക്കാണ് ദൈവത്തിന്റെ കൃപ ഒഴുകുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആ മുന്തിരിവള്ളിയോട് കൊമ്പുകളായ നാം ചേർന്നിരിക്കാൻ സാധിക്കുന്നത് താഴ്മയുള്ളവർക്കാണ്. നിഗളമുണ്ടെങ്കിൽ സാധിക്കുകയില്ല. അപ്പൊ നിഗളമുണ്ടെങ്കിൽ ഫലരഹിതമായ ഒരു ജീവിതം നമ്മിലുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കർത്താവ് പറഞ്ഞ ദൃഷ്ടാന്തത്തിൽ നിന്ന് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്ന് ഒരു പാഠം കൂടെ ചൂണ്ടിക്കാണിച്ച് അഹങ്കാരത്തിന്റെ അപകടത്തെ കുറിച്ചുള്ള പാഠം വിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെ നമുക്കറിയാം, കർത്താവ് പറഞ്ഞ പ്രശസ്തമായ 3 ഉപമകളാണ് നമ്മൾ വായിക്കുന്നത്. അതിന്റെ 3-ാമത്തെ ഉപമ എന്ന് പറയുന്നത്, 2-ാമത്തെ മകൻ പിതാവിൽ നിന്ന് സ്വത്തൊക്കെ മേടിച്ച് ദൂരെ പോകുന്നതാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിന്റെ 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ, ലൂക്കോസ് 15-ന്റെ 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മൂത്ത മകനെ കുറിച്ച് നാം വായിക്കും. മൂത്ത മകൻ ആ ഭാഗത്ത് നമ്മൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു തലക്കെട്ടാണ് കൊടുത്തത്, പരാജയ ജീവിതത്തിന്റെ ചിത്രമാണ്. പരാജയ ജീവിതത്തിന്റെ ചിത്രം. സ്വയാശ്രയ ജീവിതം, ഫലരഹിത ജീവിതം, പരാജയം. എന്തുകൊണ്ടാണ് പരാജയ ജീവിതം എന്ന് പറഞ്ഞെന്നറിയാമോ? ഈ പിതാവിന്റെ ഭവനത്തിലാണ് താൻ താമസിക്കുന്നത്, പിതാവിനോട് ഒപ്പമാണ് താൻ കഴിഞ്ഞത്, പിതാവിനുള്ളതിലാണ് താൻ അധ്വാനിക്കുന്നത്. എന്നിട്ടും പിതാവിന്റെ ഹൃദയം, പിതാവിന്റെ ഇഷ്ടം അറിയാൻ അവന് സാധിച്ചില്ല. അവൻ സ്വന്തം യുക്തിയിലും സ്വന്തം ബലത്തിലും, വേറെ രീതിയിൽ പറഞ്ഞാൽ അവന്റെ ഉള്ളിൽ അവന്റെ ഇഷ്ടങ്ങൾക്കായിരുന്നു പ്രാധാന്യം ഉണ്ടായിരുന്നത്, പിതാവിന്റെ ഇഷ്ടങ്ങളെക്കാൾ എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. പിതാവ് കറക്റ്റ് ചെയ്യുന്നത് 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം ഇഷ്ടത്തിനെ അനുസരിച്ച് പിതാവിന്റെ ഭവനത്തിൽ ജീവിച്ച മൂത്ത മകൻ, എന്നാൽ മറ്റേ മകൻ സ്വന്തം ഇഷ്ടം അനുസരിച്ച് പിതാവിന്റെ ഭവനത്തിൽ നിന്ന് ദൂരെ പോയി. അവൻ വേഗം തിരിച്ചു വന്നു. എന്നാൽ സ്വന്തം ഇഷ്ടം അനുസരിച്ച് കപടത്തരത്തിൽ പിതാവിന്റെ ഭവനത്തിൽ ജീവിച്ചവന് അവന്റെ പരാജയം തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. അഹങ്കാരത്തിന്റെ വിവിധങ്ങളായ ചിത്രങ്ങൾ നമുക്ക് ഈ 3 ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ മൂത്ത മകനെ പോലെയാണോ? പിതാവിന്റെ കാര്യങ്ങൾ നമ്മൾ ഉത്സാഹമുള്ളവരാണെങ്കിലും നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനാണോ നമ്മൾ മുൻഗണന കൊടുക്കുന്നത്? ഫലരഹിതമായ ജീവിതമാണോ? താഴ്മ നമ്മിലുണ്ടോ? മാത്രമല്ല, സ്വന്തം യുക്തിയിലും സ്വന്തം ബലത്തിലാണോ നമ്മൾ ആശ്രയിക്കുന്നത്? ഇത് നാം ഒന്ന് ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും. അപ്പൊ 2-ാമത്തെ പാഠം ഞാൻ അവിടെ വിടുകയാണ്, അഹങ്കാരത്തിന്റെ അപകടം. 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ അത് സുപരിചിതമായ ഒരു പാഠമാണ്. 7-ാമത്തെ വാക്യം, അതുപോലെ യൂദ 7, അതുപോലെ സോദോമും ഗോമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പ് ആചരിച്ച് അന്യജനം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കും. അപ്പോൾ സോദോമും ഗോമോറയുടെയും ചരിത്രം നമുക്കറിയാം, അവിടെ അധാർമികതയാണ്. അപ്പൊ നമുക്കിങ്ങനെ പറയാം, അശുദ്ധിയുടെ അപകടം. എന്താ ഓർക്കേണ്ടത്? അശുദ്ധിയുടെ അപകടത്തെ കുറിച്ച്. അവിശ്വാസത്തിന്റെ അപകടം 5-ാമത്തെ വാക്യം. അതുപോലെ 2-ാമത്തേത് ഞാൻ പറയാനിടയായിട്ട് തീർന്നത് അഹങ്കാരത്തിന്റെ അപകടം, അത് 6-ാമത്തെ വാക്യം. 7-ാമത്തെ വാക്യത്തിൽ അശുദ്ധിയുടെ അപകടത്തെ കുറിച്ചാണ്. ഈ അശുദ്ധിയുടെ അപകടം എന്നുള്ളത് 3 കുറിപ്പുകൾ
വിശദീകരണം കൂടാതെ പറഞ്ഞ് ഞാൻ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അശുദ്ധി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഈ ഈ കൂട്ടർക്ക് അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന നീതിമാനായ വരഞ്ഞു പോയ ലോകത്തിന് സംഭവിച്ചതുപോലെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ അത് തകർക്കാനായിട്ട് അശുദ്ധി മുഖാന്തരം ഇടയാകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം. ദൈവവുമായിട്ടുള്ള ആ കൂട്ടായ്മയുടെ ഊഷ്മളത നഷ്ടപ്പെടുത്താനിടയായിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്നേഹമുള്ള പിതാവും മകനും, ആ പിതാവും മകനും നല്ല ഹൃദ്യമായ ബന്ധം സൂക്ഷിക്കുന്നവരായി. എന്നാൽ എന്തോ ചില പ്രശ്നങ്ങളുണ്ടായി, അവർ തമ്മിൽ വഴക്കിട്ടു. ഈ മകനാണെങ്കിൽ ചില ആവശ്യങ്ങളുണ്ട്, എല്ലാ ആവശ്യങ്ങളും പിതാവിലൂടെയാണ് തനിക്ക് ലഭിക്കുമായിരുന്നത്. എന്നാൽ ഈ തല്ലുകൂടുന്നതിന് മുൻപ് പിതാവിനോട് ചോദിക്കാനായിട്ട് വളരെയധികം ഒരു ഒരു ഉള്ളിലൊരു ഒരു 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 തടസ്സങ്ങളൊന്നും ഒരു പോരാട്ടമൊന്നും തന്നെ, ഒരു സ്ട്രഗിൾ ഒന്നും തനിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ പ്രശ്നങ്ങൾ വന്നപ്പോൾ പിതാവുമായിട്ട് സംസാരിക്കുന്നതിനും ചോദിക്കുന്നതിനുമൊക്കെ ഒരു ചെറിയ രീതിയിലുള്ള ആ ഒരു അസ്ഥിത തനിക്ക് അനുഭവപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് അത് എടുത്താൽ, നമ്മുടെ ജീവിതത്തിൽ അശുദ്ധി വരുമ്പോൾ ദൈവവുമായിട്ട് സംസാരിക്കുന്നതിന്, സംസർഗം ചെലവഴിക്കുന്നതിന്, തിരുവഴുത്തുകളുടെ മുമ്പാകെ ഇരുന്ന് അതിൽ നിന്ന് പുതിയ പുതിയ പ്രകാശനങ്ങൾ ലഭിക്കുന്നതിന് കോട്ടം തട്ടും. ബന്ധത്തിന് തടസ്സം വരികയില്ല, ബന്ധത്തിന് ഉലച്ചിൽ പറ്റുകയില്ല. എന്നാൽ കൂട്ടായ്മയ്ക്ക് അത് തടസ്സമായി തീരാനായിട്ടുള്ള സാധ്യതയുടെ അശുദ്ധിയുടെ അപകടം ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ തടസ്സപ്പെടുത്തുന്നു. രണ്ടാമത്, ഈ അശുദ്ധിയുടെ അപകടം എന്ന് പറയുന്നത്, നാം 7-ാമത്തെ വാക്യമായാലും 6-ഉം 5-ലും ഇതേ ആശയം സെയിമാണ്. ദൈവം വെച്ച അതിരുകൾ ലംഘിക്കാൻ പ്രേരിപ്പിക്കുന്നു. നമുക്കറിയാം, ഒരു വ്യക്തി ജീവിതത്തിൽ നമുക്ക് ചില അതിരുകളുണ്ട്, സൂക്ഷിക്കാൻ ചില പ്രമാണങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട്. അത് നാം ലംഘിക്കാനിടയായിട്ട് തീരും. കുടുംബ ജീവിതത്തിൽ നമുക്കറിയാം, ഭർത്താവ്, ഭാര്യ, മക്കൾ, ആ ഒരു ഓർഡറുണ്ട്, അത് ലംഘിക്കാനിടയായിട്ട്. സഭയിൽ നമുക്കറിയാം, ഇടയന്മാർ, അത് ശുശ്രൂഷകന്മാർ, വിശ്വാസികൾ, അത് ലംഘിക്കാൻ, സ്ത്രീകൾ. അപ്പൊ അവരുടേതായ അതിർ വരമ്പുകളുണ്ട്. ഒരു പ്രമാണവുമില്ലാതെ ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു കളരിയല്ല സഭ എന്ന് പറയുന്നത്. അപ്പോ അതൊക്കെ ലംഘിക്കാനായിട്ട് അശുദ്ധി നമ്മിൽ വന്നാൽ ഇടയായിട്ട് തീരും എന്നുള്ളതാണ്. മാത്രമല്ല, അത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഇവിടെ സോദോം ഗൊമോറ ഇപ്പോ ചാവുകടലായിട്ട് നമുക്കറിയാൻ സാധിക്കും. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഈ അശുദ്ധിയെ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുവാനിടയായിട്ട് തീരും. കർത്തദാസ് ജോൺ കുരി ഇതിനെക്കുറിച്ച് പറഞ്ഞ 3 പ്രസ്താവന അതെപ്പോഴും എൻ്റെ മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരികയാണ്. അതായത് ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്: പ്രകൃതി തന്നെ അത് പഠിപ്പിക്കുന്നുണ്ട്, വിതയ്ക്കുന്നത് തന്നെ കൊയ്യും, വിതയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ കൊയ്യും. വിതച്ചു കഴിഞ്ഞാൽ ഉടനെയല്ല, കുറച്ച് കാലം കഴിഞ്ഞ് കൊയ്യുകയുള്ളൂ. 3 പ്രമാണങ്ങൾ ഈ അശുദ്ധിയോടുള്ള ബന്ധത്തിൽ നമുക്കത് ചേർത്ത് അതിന്റെ പ്രത്യാഘാതങ്ങൾ, നാം എന്താണോ വിതയ്ക്കുന്നത്, എന്ത് തരം അശുദ്ധിയാണോ വിതയ്ക്കുന്നത്, അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ കൊയ്യാനിടയായിട്ട് തീരും. ഉടനെ കൊയ്യുകയില്ല, മാത്രമല്ല വിതച്ചത് അതേ അളവിലല്ല കൊയ്ത്ത് നടക്കുന്നത്, അതിനേക്കാൾ കൂടുതൽ കൊയ്യാനിടയായിട്ട്. അശുദ്ധി ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്താനിടയായിട്ട്. പേര് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്, സത്യവിശ്വാസം മുറുകെ പിടിച്ച് വിശ്വസ്തരായവർ അവർ ഓർക്കുന്നവരായിരിക്കും. എന്താ ഓർക്കുക? 3 പാഠങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. 1, അവിശ്വാസത്തിന്റെ അപകടം. 2, അഹങ്കാരത്തിന്റെ അപകടം. 3, അശുദ്ധിയുടെ അപകടം. വരും ദിവസങ്ങളിൽ ഈ എതിരാളിക്ക് വാതിൽ തുറന്നു കൊടുത്ത് അവന് നമ്മിൽ ഇടം എടുക്കുവാൻ അവസരം കൊടുക്കാതെ അവൻ അതിനായിട്ട് ഊടാടി സഞ്ചരിക്കുകയാണ്. ഇയ്യോബിന്റെ മേൽ അവൻ ദൃഷ്ടി വെച്ചു. ആ രീതിയിൽ നമ്മുടെ മേലൊക്കെ അവൻ ദൃഷ്ടി വെക്കാനായിട്ട് ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഈ വലിയ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തിരുവഴുത്തുകളും കർത്താവിന്റെ ആത്മാവിനെയും അനുസരിച്ച് അവന്റെ സാന്നിധ്യം അനുഭവിച്ച് ദിനംതോറും ക്രൂശ് എടുത്ത് അവൻ അനുഗമിച്ച് പിശാചിനെ ജയിച്ച് അവന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിന്ന് ജയജീവിതം നയിപ്പാനായി വചനം പറഞ്ഞിട്ട് കേട്ട നിങ്ങളെ ദൈവാത്മാവ് സഹായിക്കുമാറാണ്.